ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. തിരക്കുകളൊക്കെ ഉള്ളവരുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഞായറാഴ്ച ശനിയാഴ്ച ഒന്നൊന്നുമില്ല. ഇനി ആകെ കുറച്ച് ദിവസങ്ങളെ മുന്നിലുള്ളൂ. എല്ലാവരും നിങ്ങളുടെ ടൈം ടേബിൾ എങ്ങനെയാണോ അത് പ്രകാരം നന്നായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ്, നോയ്സ്, എൻ്റെ മോളുടെ ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് നെഗ്ലക്റ്റ് ചെയ്യുക കേട്ടോ. കാരണം നമുക്ക് സ്റ്റുഡിയോയും സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ശബ്ദങ്ങളുണ്ടാവും. മാക്സിമം ഞാനത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം പുറത്തുനിന്ന് അവൾ കരയുന്ന സൗണ്ട് കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ഇത് തീർത്തിട്ട് പോകേണ്ട ഒരു ധൃതി വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ സ്പീഡ് പറഞ്ഞിട്ടൊക്കെ പോവാറുള്ളത്. മാക്സിമം എന്നെക്കൊണ്ടാവുന്ന പോയിൻറ്റ്സ് പറഞ്ഞിട്ടേ ഞാൻ പോവാറുള്ളൂ. അപ്പം നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ ഇഗ്നോർ ചെയ്യാറാണ്. ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു പോയതാണ്. എന്തൊക്കെയോ പറഞ്ഞ് വരുത്തി തീർത്ത് പോവുകയാണ്. സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരാളെന്തിനാ യൂട്യൂബ് വീഡിയോസ് ഇടുന്നത്, അങ്ങനെ എന്തൊക്കെയോ കമൻറ്റൊക്കെ കണ്ടു കേട്ടോ. അതൊക്കെ പോട്ടെ. നമുക്ക് എന്തായാലും നമ്മളെന്താണോ തുടങ്ങി വെച്ചത് അത് അവസാനിപ്പിക്കണം അല്ലേ. അപ്പോൾ പരീക്ഷ വരെ മാക്സിമം എന്നെ കൊണ്ടാവുന്ന വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ. കാരണം എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് മാത്സ് ഇടണേ, ഇംഗ്ലീഷ് ഇടണേ. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനും നമുക്ക് അതിന് എല്ലാം കൂടി ഒത്തു വരണ്ടേ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം, ഇത് PDF ആക്കണം, ഇതിൻ്റെ ബാക്കിൽ മാക്സിമം തെറ്റ് വരുത്താതെ ചെയ്യാൻ നോക്കണം. അതേപോലെ സൗണ്ട് ഇല്ലാത്ത ഒരു സമയത്ത് റെക്കോർഡ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇങ്ങനത്തെ കുറേ പണികളുണ്ടല്ലോ. അപ്പം എന്നിട്ട് തന്നെ എനിക്ക് ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തെറ്റ് വരുത്തി. ആ തെറ്റ് ഞാൻ തിരുത്തിയിട്ടുണ്ട്. ആ കമൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തെറ്റ് തിരുത്തിയിട്ടുള്ളതാണ് ഞാൻ മാക്സിമം അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. എവിടെയെങ്കിലും ആയിരിക്കില്ല ഉണ്ടാവുക, പിൻ ചെയ്ത് വെച്ചോണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. ഓക്കെ, അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എങ്ങനെ പറയാൻ പറ്റിയാൽ പറയാം, ഇല്ലെങ്കിൽ വേറെ ഒരു ഭാഗത്ത് പറയാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അഷ്ടക നിയമം എന്നും പറയൂ കേട്ടോ. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? അതെ, ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സ് ഏതാ വർഷം? 1866 അഷ്ടമ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ സപ്തസ്വരങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യാറുണ്ട് അല്ലേ. എങ്ങനെ? സ രി ഗ മ പ ധ നി, പിന്നെ വീണ്ടും സാ വരുന്നത് അല്ലേ. അതായത് 8ാമത്തെ സ്വരം ആദ്യത്തേതിൻ്റെ ആവർത്തനം എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് നമ്മൾ അതിനെ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. അതായത് ഇദ്ദേഹം ഒരു 56 മൂലകങ്ങൾ ഇങ്ങനെ ക്രമമായി എഴുതിയപ്പം 7 എണ്ണം കഴിഞ്ഞിട്ട് 8ാമത് വരുന്ന മൂലകം എന്ത് ചെയ്യുന്നു? 1 2 3 4 5 6 7 വരെ എഴുതി. എന്നിട്ട് 8ാമത്തെ മൂലകം എന്ത് കാണിക്കുന്നു? ആദ്യത്തേതിൻ്റെ ആവർത്തനം ആണ് എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, ഇതാണ് അഷ്ടക നിയമം എന്ന് പറയുന്നത്. ന്യൂലാൻഡ്സിൻ്റെ ആണ് അഷ്ടക നിയമം. അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിമിതിയായിട്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെ പലരും പല മോഡലുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് ഫെയിലായി അവസാനമാണ് നമ്മൾ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്തുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രദ്ധിക്കുക, അറ്റോമിക നമ്പർ, അറ്റോമിക മാസ് എന്നായിരുന്നെങ്കിൽ ആള് മാറും. ഇവിടെ അറ്റോമിക നമ്പറാണ്. അപ്പം നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളാണ്. സോ ആൻസർ ഈസ് മോസ്ലി ആണ്. അപ്പം ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഓക്കെ, ഇദ്ദേഹം എപ്പോഴാണ് ഇത് ആവിഷ്കരിച്ചത്? 1913 ആധുനിക പീരിയോഡിക് നിയമം അദ്ദേഹം കൊണ്ടുവരുന്നത്. ഓക്കെ, ബാക്കിയുള്ളവരെ നമുക്ക് ഓരോ സമയത്ത് പറയാം കേട്ടോ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതു ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പം ഇവിടെ ആധുനികം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആൻസർ ഏത് എഴുതാം? അറ്റോമിക നമ്പർ. ഇപ്പം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഹെൻറി മോസ്ലിയുടെ ആധുനിക ആവർത്തനിക പട്ടികയിൽ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? മൂലകങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്. എത്ര പീരീഡുകളുണ്ട് നമ്മുടെ ആവർത്തന പട്ടികയിൽ? 7 പീരീഡുകളും. എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളുമാണ് ആവർത്തന പട്ടികയിലുള്ളത്. ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെയുള്ളത്.
പിരീഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലങ്ങനെയുള്ളത്, അതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. എത്രാമത്തെ ചോദ്യം? 4ാമത്തെ ചോദ്യം. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇനി പറയേണ്ട ആവശ്യമില്ല, ഹെൻറി മോസ്ലി ആണ്. ഓപ്ഷൻ ഡി ആണ്. 1913 ഇദ്ദേഹം ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 5ാമത്തെ ചോദ്യം. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഓക്കെ, എല്ലാം കാണാലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. ശ്രദ്ധിച്ചു വായിക്കുക. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പം ആറ്റത്തിൻ്റെ വലുപ്പം കൂടി വരുന്നു. ശരിയാണ്. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കൂടുന്നു. ശരിയാണോ? അല്ല, ലോഹ സ്വഭാവം കുറയുക ചെയ്യുക, അല്ലെങ്കിൽ അലോഹ സ്വഭാവം കൂടുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്ന് മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഒന്ന് മാത്രം ശരി. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്രമാവർത്തന പ്രവണതകൾ പഠിക്കാനുള്ളതാണ്. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം. നോക്കിക്കോ. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിച്ച തന്നെ ആയിരിക്കും, ഒന്ന് കേട്ടാൽ മതിയല്ലോ. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ എന്താണ്? ഷെല്ലിൻ്റെ എണ്ണം കൂടും. അതുകൊണ്ടാണല്ലോ നമ്മൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. ശരിയാണ്. ആറ്റത്തിൻ്റെ ആരം കൂടുന്നു. ഈ പോയിന്റുകളെല്ലാം ഒരു കൺഫ്യൂഷനല്ലല്ലോ. ഷെല്ലിൻ്റെ എണ്ണം കൂടിയ ആറ്റത്തിൻ്റെ വലുപ്പം കൂടും. ആറ്റത്തിൻ്റെ വലുപ്പം കൂടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ അഥവാ റേഡിയസ് കൂടും. അതാണ് ആരം കൂടുന്നു. ഇനി ഫലവത്തായ ന്യൂക്ലിയർ ചാർജ് കുറയുന്നു. അല്ലേ? ന്യൂക്ലിയസിന് ഇങ്ങനെ അതിൻ്റെ പുറത്തേക്കുള്ള ആളുകൾ കൂടിക്കൂടി വരുമ്പോൾ അതിലേക്കുള്ള ഒരു അട്രാക്ഷൻ കുറയല്ലേ ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കുറയുകയാണ് ചെയ്യുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇലക്ട്രോ പോസിറ്റിവിറ്റി. അല്ലേ? ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണിലേക്ക് അത്ര അട്രാക്ഷൻ ഉണ്ടാവുമോ? ഇല്ല. അവർക്ക് എളുപ്പം പുറത്തേക്ക് പോവാം. ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിന് പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റും. കാരണം ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ് എന്ന് പറയാം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ, അലോഹ സ്വഭാവം ശ്രദ്ധിക്കുക. അലോഹ സ്വഭാവം എന്നാ പറഞ്ഞത്. അത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, നമ്മൾ ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇത് പഠിച്ചു വെച്ചാൽ മതി. ലോഹ സ്വഭാവം കൂടുന്നു. താഴേക്ക് വരും തോറും ലോഹ സ്വഭാവം കൂടുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അലോഹ സ്വഭാവം കുറയുന്നു. കൺഫ്യൂഷൻ വരുന്ന രീതി പഠിച്ചു വെക്കരുത്. ഇത് പഠിച്ചു വെക്കുക. ലോഹ സ്വഭാവം കൂടുന്നു, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. പിന്നെ ഇത് മൂന്നും നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും. ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നു, ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു, ആരം കൂടുന്നു. അപ്പോൾ ആറ്റം ഇങ്ങനെ വലുതായി വരുമ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു, ലോഹ സ്വഭാവം കൂടുന്നു. ഓക്കെ, ഇനി അടുത്തത് പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പം എന്തൊക്കെയാണ് സംഭവിക്കുക നോക്കാം. ഓക്കെ, ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. ശ്രദ്ധിക്കണേ, മാറ്റം വരുന്നില്ല. ആറ്റത്തിൻ്റെ വലുപ്പം കുറയുന്നു. ആറ്റത്തിൻ്റെ വലുപ്പം കുറയാന്ന് പറയുമ്പം ഈ ന്യൂക്ലിയസിന് ഈ ചുറ്റുമുള്ള ഇലക്ട്രോണിലേക്ക് കൂടുതൽ അട്രാക്ഷൻ ഉള്ളതുകൊണ്ടല്ലേ അവരിങ്ങനെ ചുരുങ്ങി ഇരിക്കുന്നത്, വലുപ്പം കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. ആറ്റത്തിൻ്റെ ആരം എന്ത് ചെയ്യും? കുറയും. അല്ലേ? ആറ്റത്തിൻ്റെ ആരം കുറയും. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുന്നു. അയോണീകരണ ഊർജം, ഇത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അയോണീകരണ ഊർജം കൂടുകയാണ് ചെയ്യുക. ലോഹ സ്വഭാവം കുറയുന്നു. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ഈ ലോഹ സ്വഭാവം കുറയുന്നു അഥവാ അലോഹ സ്വഭാവം കൂടുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. 9ാമത്തെ പോയിന്റ് അത് തന്നെയാണ് കേട്ടോ. അലോഹ സ്വഭാവം കൂടുന്നു. അത് കോമൺ സെൻസ് വെച്ച് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വയ്ക്കുക. അല്ലാതെ ലോഹ സ്വഭാവം കുറയുന്നു, അലോഹ സ്വഭാവം കൂടുന്നു, ലോഹ സ്വഭാവം അങ്ങനെ പഠിച്ചു വെച്ചാൽ ഉറപ്പായും തെറ്റും. ഓക്കെ,
അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമുക്കറിയാം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും, ലോഹ സ്വഭാവം കൂടും. ഈ സാധനം കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വയ്ക്കുക. അതേപോലെ പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, ആറ്റത്തിൻ്റെ വലുപ്പം കുറവാണ്, അയോണീകരണ ഊർജം കൂടുതലാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്, ലോഹ സ്വഭാവം കുറയുന്നു. ഓക്കെ, നമുക്കറിയാം ഇപ്പുറത്തെ സൈഡിൽ ആരാ ഉള്ളത്? നമ്മുടെ അലസവാതകങ്ങളൊക്കെ പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഈ വലത്തെ അറ്റത്തല്ലേ അലസവാതകങ്ങളൊക്കെ ഉള്ളത്. അത് ആലോചിച്ചാൽ തന്നെ കിട്ടും. അലോഹ സ്വഭാവമാണ് അവിടെ കൂടുതലുള്ളത്, അല്ലെങ്കിൽ ലോഹ സ്വഭാവം കുറവാണ് എന്നുള്ളത് കിട്ടും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏതാണ്? പാവം, കൃത്യമായ ഒരു സ്ഥാനമൊന്നുമില്ല. അതായിരിക്കാം നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ ബി ഹൈഡ്രജൻ. ഇനി 7ാമത്തെ ചോദ്യം, ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ്? അലൂമിനിയം ആണ് വരുന്നത്. ആൽക്കലി ലോഹം അല്ല. ബാക്കിയെല്ലാം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ ആൽക്കലി ലോഹം ആണ്. അപ്പം അലൂമിനിയം എവിടെയാണ് വരുന്നത്? അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. ഇത് ഏത് ഫാമിലിയിലാണ് വരുന്നത്? ബോറോൺ ഫാമിലിയിലാണ് വരുന്നത്. അത് എത്രാമത്തെ ഗ്രൂപ്പാ? 13ാമത്തെ ഗ്രൂപ്പാണ്. ബോറോൺ അലൂമിനിയം എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോവുക ചെയ്യുക. അപ്പോൾ 13ാമത്തെ ഗ്രൂപ്പാണ്. പിന്നെ ബോറോൺ ഫാമിലിയിലാണ്. എത്രാമത്തെ ബ്ലോക്കാണെന്ന് അറിയാവോ? എത്രാമത്തെ ബ്ലോക്കാണ്? പി ബ്ലോക്കാണ്. പി ബ്ലോക്ക്. അപ്പം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാലോ. അറ്റോമിക് നമ്പർ 13 ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p1 ആണോ? ഒന്ന് കൂട്ടി നോക്കിക്കേ. 2 2 4 6 4 10 2 12 1 13. ഓക്കെ, ഇത് ശരിയാണല്ലോ. അപ്പോൾ അവസാനം നിറഞ്ഞിരിക്കുന്നത് 3pയിലാണ്. ഇതിനകത്ത് നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും? 3ാമത്തെ പീരീഡിലാണ് എന്ന് കിട്ടി. ഓക്കെ, ശരിയാണ്. ഇനി പി ബ്ലോക്കാണ് എന്ന് ശരി, അതും ശരിയാണല്ലോ. കാരണം പിയിലല്ലേ അവസാനം നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പി ബ്ലോക്കാണ് എന്നും കിട്ടി. ഇനി എത്രാമത്തെ ഗ്രൂപ്പിലാണ്? ഒന്നെങ്കിൽ ഈ പിയിലെ അവസാനത്തെ ഇലക്ട്രോണിനോട് 12 കൂട്ടുക, പി ആണെങ്കിൽ കേട്ടോ. അപ്പം നമുക്ക് 13 എന്ന് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെയാ പഠിച്ചു വെച്ചെങ്കിൽ അങ്ങനെ തന്നെ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ 3 വരുന്നതില്ലേ, ഈ 2ഉം 1ഉം കൂട്ടിയിട്ട്, അതായത് 3ാമത്തെ ഷെല്ലിലാണല്ലോ 3 ഇലക്ട്രോൺ, 2 1 3, 3നോട് 10 കൂട്ടുക. അപ്പം നമുക്ക് 13 കിട്ടും. ഏത് രീതിയിലാണോ നിങ്ങൾ പഠിച്ചു വെച്ചത് അങ്ങനെ തന്നെ മതി കേട്ടോ. ഒന്നെങ്കിൽ ലാസ്റ്റത്തെ ഇലക്ട്രോണോട് 12 കൂട്ടുക എന്നുള്ളതായിരിക്കും ചിലർ പഠിച്ചത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നാൽ നമുക്ക് അതിനകത്ത് നിന്ന് എന്തൊക്കെ കിട്ടും? അറ്റോമിക നമ്പർ കിട്ടും. കാരണം ഈ മുകളിലുള്ള എല്ലാ ഇലക്ട്രോണും കൂടി കൂട്ടിയാൽ അറ്റോമിക നമ്പർ കിട്ടും. ഏത് ബ്ലോക്ക് ആണെന്ന് കിട്ടും, ഏത് പീരീഡ് ആണെന്ന് കിട്ടും, ഏത് ഗ്രൂപ്പ് ആണെന്നും കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3d10 4s1 എന്ന ബാഹിതമ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം ഏതിൽ പെടുന്നു? അപ്പോൾ അത് ഏത് മൂലകമാണെന്ന് അറിയോ? ശരിക്കും ഇത് കോപ്പറാണ്. കാരണം അറിയുന്നോണ്ടാണ് കേട്ടോ പറഞ്ഞത്. കോപ്പർ 29 ആണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. 29 എന്ന് പറയുമ്പോൾ കുറച്ച് തോനെ ഉണ്ടാവും. 1s2 2s2 2p6 3s2 3p6 4s2 കഴിഞ്ഞാലാണ് 3d വരിക. 3d9 എന്നാണ് ശരിക്കും വരേണ്ടത്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് സ്ഥിരതയുള്ളതായി നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് സംഭവിക്കണം? ഒന്നെങ്കിൽ അത് D5 അല്ലെങ്കിൽ D10 എന്നുള്ള രീതിയിൽ ഫില്ല് ചെയ്യണം. D5 അല്ലെങ്കിൽ D10 ഈ രീതിയിൽ ഫില്ല് ചെയ്താൽ അത് സ്ഥിരതയുള്ളതായിട്ട് നിൽക്കും. അപ്പം അങ്ങനെയുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, D9 എന്നാണുള്ളത്. അപ്പോൾ അതൊരു സുഖമില്ല. അപ്പം നമുക്കത് D10 ആക്കണം. D10 ആക്കാൻ എന്ത് ചെയ്യുന്നറിയോ? ഈ പാവം 4s1 എന്ത് ചെയ്യും? 1 വെച്ചിട്ട് ബാക്കി ആർക്ക് കൊടുക്കും? 3d10 ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം നമുക്ക് സ്ഥിരതയുള്ള ആളെ കിട്ടി. ഇങ്ങനെയാണ് കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും? ഇത് ഏത് ബ്ലോക്കിലാണെന്നാ കിട്ടുക?
അത് കൺഫ്യൂഷൻ വരരുത്. ഇത് ഡി ബ്ലോക്കിലാണ്. കാരണം നമ്മൾ എനർജി കൂടി വരുന്ന ആ ഒരു രീതിയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 4s കഴിഞ്ഞാലാണ് 3d വരിക. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെയാണ്, ഈ ഒരു ഓർഡറിലാണ് എനർജി കൂടി വരുന്നത്. 4sന് ഇതിനേക്കാൾ എനർജി കുറവായതുകൊണ്ടാണ് 4s ആദ്യം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അവസാനം ഫില്ല് ചെയ്യുന്നത് ഏതിലാണ്? ഡി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡി ബ്ലോക്കിലാണ് വരിക, സംശയമില്ല. ഇനി കോപ്പർ ആണ് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് കോപ്പർ ഡി ബ്ലോക്കിലാണ് വരുന്നത്. അതുകൊണ്ട് പ്രൂഫ് ആയല്ലോ, അത് ഡി ബ്ലോക്കിൽ തന്നെയാണ് വരിക, അതിലൊരു സംശയമില്ല. ഇനി ശ്രദ്ധിക്കുക, ഇപ്പം അതേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. ഇനി വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ പറയാം. ഓക്കെ, അടുത്തത് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പം നമുക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഓപ്ഷൻ ഡി ആണ്, അല്ല ഓപ്ഷൻ സി ഡി ബ്ലോക്കാണ് ഉത്തരം വരുന്നത്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഡി ബ്ലോക്കിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. കുറച്ച് നിറമുള്ള സംയുക്തങ്ങൾ പരിചയപ്പെടാം. കോപ്പർ സൾഫേറ്റ് നീലയാണ്, കൊബാൾട്ട് നൈട്രേറ്റ് ചുവപ്പാണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പർപ്പിളാണ്, ഫെറസ് സൾഫേറ്റ് ഇളം പച്ചയാണ്. ഇതിൽ കോപ്പർ സൾഫേറ്റ് നീലയും പൊട്ടാസ്യം പെർമാംഗനേറ്റ് പർപ്പിളും വലിയ കുഴപ്പമില്ല, അറിയുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കൊബാൾട്ട് നൈട്രേറ്റ് എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ കോഡിട്ടിട്ടോ പഠിച്ചു വെക്കൂ കേട്ടോ. കൊബാൾട്ട് നൈട്രേറ്റ്, എൻ്റെ കയ്യിൽ ഒരു കോഡും ഇല്ല. കൊബാൾട്ട് നൈട്രേറ്റ് അറിയുന്നവർ കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് ഉപകാരമാവും. ചുവപ്പാണ് എന്ന് പഠിക്കുക. ഫെറസ് സൾഫേറ്റ് പച്ച. ഞാനതെങ്ങനെ ഓർത്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെറസ് എന്ന് പറയുമ്പോൾ എനിക്ക് ടെറസ് എന്ന് പറയുന്ന പോലെ തോന്നും. ഇപ്പം ടെറസ് മഴക്കാലല്ലേ, നല്ല പച്ച കളറായിട്ടുണ്ടാവും, പൂപ്പലൊക്കെ പിടിച്ചിട്ട്, ഈ പച്ച പായലൊക്കെ പിടിച്ചിട്ട്, പൂപ്പലല്ല പായലൊക്കെ പിടിച്ച് ടെറസ് എപ്പോഴും ഒരു പച്ച കളറാണെന്നും കണ്ടു കേട്ടോ ഞാൻ ഓർത്ത് വെച്ചേ. എന്തെങ്കിലും നമുക്കൊരു കണക്ഷൻ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാട്ടോ. കാരണം ഈ നിറങ്ങളൊക്കെ നമുക്ക് പല സ്ഥലത്തും പഠിക്കാനുണ്ട്. ജ്വാലയുടെ കളറ്, അവിടെ നമുക്ക് നിറങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ ഗ്ലാസ്സിന് നിറം കൊടുക്കുന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിറങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരുന്നുണ്ട്. എന്തെങ്കിലും ലോക്കൽ കോഡായാലും സാരമില്ല, പഠിച്ചു വെച്ചോ. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏതാണ്? കപട സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയാണ്? ആക്ച്വലി കാഡ്മിയം, സിങ്ക്, മെർക്കുറി, ഇത് മൂന്നുമാണ് കപട സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് കപട സംക്രമണം. ഇപ്പം ഈ മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ആരാ ഇവിടെ ഉള്ളൂ? കാഡ്മിയമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ കാഡ്മിയം. ഓക്കെ, സംക്രമണ മൂലകങ്ങളുടെ കൂട്ടത്തിലാണ് ഇവർ വരിക. വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് ഇത് കപട സംക്രമണ മൂലകങ്ങളാണ്. അടുത്തത് 11. താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകം അല്ലാത്തത് ഏതാണ്? എന്താണ് താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകം അല്ലാത്തത്? അപ്പം നമ്മൾ നേരത്തെ ആരൊക്കെയാണ് പഠിച്ചത്? കാഡ്മിയം, സിങ്ക്, മെർക്കുറി, ഇവരെല്ലാം കപടമാണ്. അപ്പം സിങ്ക് എന്താണ് ഈ ഗ്രൂപ്പിൽ വരുന്ന ആളാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒറ്റപ്പെട്ട ആളെ കിട്ടി. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ, സോറി അതല്ലായിരുന്നു ചോദിച്ചത്. ഇത് സംക്രമണ മൂലകത്തിൽ വരുന്നതാണ്. അതായത് ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒക്കെ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇവർ കപട സംക്രമണ മൂലകത്തിൽ വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അതിലും വേറൊരാളുണ്ട്, കാൽസ്യം ഇരിപ്പുണ്ട്. കാൽസ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാ. രണ്ടാമത്തെ ഗ്രൂപ്പ് സംക്രമണ മൂലകമാണോ? അല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി കാൽസ്യം ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, കാൽസ്യമാണ് ആൻസർ വരുന്നത്. ഓക്കെ, 12. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഇന്ധനങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന് പ്ലൂട്ടോണിയം, ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. പിന്നെ യുറേനിയം ഉണ്ട്, പിന്നെ തോറിയം ഉണ്ട്. ഇതൊക്കെ എന്താണ്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത സെറ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1789 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പം നമ്മൾ തുടക്കത്തിലെത്തി അല്ലേ? ആരാണ്? ലാവോസിയാണ്. ലാവോസിയെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. 30 മൂലകങ്ങളെയാണ് അദ്ദേഹം ഇങ്ങനെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ഒക്കെ
തരംതിരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പരിമിതി എന്തായിരുന്നു? ഉപലോഹങ്ങളെ കണ്ടെത്തിയപ്പോൾ അവയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. അതാണ് ഈ ഒരു വർഗീകരണത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത്. 1789 കേട്ടോ. ഓക്കെ, അന്റോയിൻ ലവോസിയ. ശരി, രണ്ടാമത്തത്, മൂലകങ്ങളുടെ ഭൗതികവും രാസികവുമായ ഗുണധർമ്മങ്ങൾ അവയുടെ അറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പ്രസ്താവിക്കുന്ന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? എന്താണ്? മൂലകങ്ങളുടെ ഭൗതികവും രാസികവുമായ ഗുണധർമ്മങ്ങൾ അറ്റോമിക സംഖ്യ. ഇത് നോക്കിയാൽ മതി, അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി മോസ്ലി ആണ്. എന്താ നമ്മൾ പറഞ്ഞത്? ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഏത് വർഷമാണ് ആധുനിക പീരിയോഡിക് നിയമം കൊണ്ടുവന്നത്? 1913. ഓക്കെ, അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിലെ SP ബ്ലോക്കുകൾ അറിയപ്പെടുന്നത് എന്താണ്? 2 ഓപ്ഷനെ ഞാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കി ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സംക്രമണ മൂലകം അല്ല എന്ന് നമുക്കറിയാം, കാരണം D ബ്ലോക്കിലാണ് നമ്മൾ സംക്രമണ മൂലകം പറഞ്ഞത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, പ്രാതിനിധ്യ മൂലകങ്ങൾ. SP ബ്ലോക്കുകൾ അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് ആണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയിൽ ചാൽക്കൊജനുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ഇതൊക്കെ പലരും ശ്രദ്ധിക്കാതെ വിടുന്ന പോയിന്റുകളായിരിക്കും കേട്ടോ. ചാൽക്കൊജനുകൾ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി 16ാം ഗ്രൂപ്പാണ്. 16ാം ഗ്രൂപ്പ്. 16ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വരുന്നത്? ഓക്സിജൻ കുടുംബമാണ്. അയ്യോ, സ്പേസ് ഇല്ല കേട്ടോ, എപ്പം വേണമെങ്കിൽ കട്ടായി പോവാം. ഞാൻ സ്പീഡിൽ പറയുവാണേ, ഫോൺ സ്പേസ് ഇല്ലാതായിപ്പോയി. ഓക്കെ, അപ്പം 16ാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ കുടുംബമാണ് വരുന്നത്. ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഓക്സിജനും സൾഫർ, സെലീനിയം ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. 16ാം ഗ്രൂപ്പാണ്, ഓക്സിജൻ ഫാമിലിയാണ് ചാൽക്കോജനുകൾ എന്ന് പറയുന്നത്. അഞ്ചാമത്തത്, മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ന്യൂലാൻഡ്സിൻ്റെ ആണ് അഷ്ടക നിയമം. 1866 എത്ര മൂലകങ്ങളെ? 56 മൂലകങ്ങളെ ഇദ്ദേഹം ഇങ്ങനെ വർഗീകരിച്ചു. ആറാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ശ്രദ്ധിക്കുക, തെറ്റായതാണ് വേണ്ടത്. ഓക്കെ, കാണാലോ നിങ്ങൾക്ക്. ഓക്കെ, പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് ഇപ്പം കാണാം. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പം കുറയുന്നു. ശരിയാണ്. ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്തോറും ആറ്റങ്ങളുടെ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നു. അപ്പം നമ്മൾ പഠിച്ചത് ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ കാര്യമാണ്. നമുക്കറിയാം ഗ്രൂപ്പിൽ താഴേക്ക് പോകുമ്പം ആറ്റത്തിൻ്റെ വലുപ്പം കൂടിക്കൂടി വരുന്നതിനാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയും ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുകയും ചെയ്യുന്നു. സോ ശരിയാണ്. അങ്ങനെ പറഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്തോറും അയോണീകരണ ഊർജം കൂടുന്നു. ശരിയാണോ? അല്ല, അയോണീകരണ ഊർജം കുറയുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ഡിയും കൂടി വായിക്കാം. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ലേ? അപ്പം 2 തെറ്റായ പ്രസ്താവനകൾ വരുമോ? എന്തോ മിസ്റ്റേക്ക് വന്നതായിരിക്കും കേട്ടോ. അല്ലേ, നിങ്ങൾ പറയൂ. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും അലോഹ സ്വഭാവം ആണ് നമ്മൾ കൂടുന്നു എന്ന് പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ശരിയാവുള്ളൂ. അപ്പം ഇതങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും ഇത് രണ്ടും തെറ്റാണ് കേട്ടോ. ഓക്കെ, ഏഴാമത്തെ ചോദ്യം. ആൻസർ കീയിൽ ഇവർ സി എന്നൊക്കെയാണ് കൊടുത്തത്. അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം 80 ലിറ്റർ എന്ന് കിട്ടിയില്ലേ? അപ്പം നമ്മൾ ആൻസർ കീ നോക്കുമ്പം 80 ലിറ്റർ എന്നാണ് കണ്ടത്. അപ്പോൾ പെട്ടെന്ന് അതാണെന്ന് ചിന്തിച്ചിട്ട് ആ ഒരു രീതിയിൽ ചെയ്തു പോയതാണ്. പിന്നെ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. മാക്സിമം ഞാൻ നോക്കിയിട്ട് തെറ്റ് വരുത്താതെയാണ് ചെയ്യാൻ ശ്രമിക്കാറ്. പിന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ സ്പീഡിൽ വന്ന് ചെയ്യുമ്പോഴൊക്കെ ഓരോന്ന് തെറ്റിപ്പോകുന്നതാണ്. അങ്ങനത്തെ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഉപകാരമാവും കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ? നിങ്ങൾ പറയൂ, ഡിയും സിയും തെറ്റല്ലേ? നമുക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പം സിയും ഡിയും ഇവിടെ തെറ്റാണ്.
നമുക്ക് 7ാമത്തെ ചോദ്യം. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? അതെല്ലാവർക്കും അറിയാം, ആർഗണാണ്. ഓക്കെ. 8, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ആണോ? അല്ല. പ്രാതിനിധ്യ മൂലകങ്ങൾ നമ്മൾ നേരത്തെ എസും പിയും പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ലോഹങ്ങളാണ്. ശരിയാണ് അല്ലേ? ഓക്കെ. ഇനി സി, ക്രിയാശീലത വളരെ കുറവാണ്. തെറ്റാണ്, കൂടുതലാണ്. ആവർത്തന പട്ടികയിൽ 12 മുതൽ 18 വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നു. ഏത്? ഡി ബ്ലോക്കോ? അല്ല, ഡി ബ്ലോക്ക് 3 മുതൽ 12 വരെയാണ് വരുന്നത്. 12 മുതൽ 18 എന്നൊക്കെ പറഞ്ഞാൽ പി ബ്ലോക്കിലേക്ക് പോയി. സോ നമുക്ക് ഇവിടെ വേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. ആകെ ബി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്തുകൊണ്ട് തെറ്റിയെന്നും ഞാൻ പറഞ്ഞു. 9ാമത്തെ ചോദ്യം. 3D5 4S1. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, D5 അല്ലെങ്കിൽ D10 ആയിട്ട് ഇരിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ 4S പാവം എന്ത് ചെയ്യും? 1 കൊടുക്കൂ അല്ലേ? അപ്പോൾ 4S1 D5 മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഏത് ബ്ലോക്കിലാണ് വരിക? എസ് എഴുതാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4S കഴിഞ്ഞിട്ടാണ് 3D ഫില്ല് ചെയ്യുക. ഇതാണ് എനർജി കൂടിയ സബ്ഷെല്ല്. സോ ഡി ബ്ലോക്കിലാണ് വരിക. പക്ഷെ പിരീഡ് ചോദിച്ചാൽ 4 വരിക. മനസ്സിലായോ? കാരണം 4ാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിലാണല്ലോ ഇത് നിറയുന്നത്. സോ പിരീഡ് ചോദിച്ചാൽ 4 വരിക. ബ്ലോക്ക് ചോദിച്ചാൽ ഡി ആണ് വരിക. ഓക്കെ. 10, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകങ്ങളിൽ പെടാത്തത് ഏതാണ്? നമുക്കറിയാം കപട സംക്രമണ മൂലകങ്ങൾ കാഡ്മിയം, സിങ്ക്, മെർക്കുറി. അതൊക്കെ ഇവിടെ ഉണ്ടോ? കാഡ്മിയം, സിങ്ക്, മെർക്കുറി. മാംഗനീസ് അതിൽ വരുന്നുണ്ടോ? ഇല്ല. സോ 10ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി, മാംഗനീസ്. 11, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മെൻഡലീഫുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കേട്ടോ. മെൻഡലിയഫ് ആണേ. മെൻഡലിയഫ് നമ്മൾ പറഞ്ഞോ? നമ്മൾ മോസ്ലി ലാവോസിയെ ഒക്കെ പറഞ്ഞല്ലോ. നോക്കാം. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നു. അപ്പം ശരിയാണ്, നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ആള് മാറി, മോസ്ലി ആയി. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? മെൻഡലിയഫ് ആണ്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു. ആണോ? അല്ല. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മോസ്ലി ആണ്. അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് ആര് വർഗീകരിച്ചത്? മെൻഡലിയഫ് വർഗീകരിച്ചത്. മാസ് മെൻഡലിയഫ് കേട്ടോ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. ആണോ? അല്ല. ആധുനിക പീരിയോഡിക് നിയമം മോസ്ലി ആണ്. വെറും പീരിയോഡിക് നിയമം എന്നായിരുന്നെങ്കിൽ മെൻഡലിയഫ് ആയേനെ. ലാന്തനോയിഡുകളെയും ആക്ടിനോയിഡുകളെയും വർഗീകരിക്കാൻ സാധിച്ചില്ല. അത് ശരിയാണ്. സോ നമ്മളോട് ചോദിച്ചത് തെറ്റായതായിരുന്നു. നമ്മുടെ ആൻസർ ഏതാ വരിക? 2ഉം 3ഉം ആണ് തെറ്റായത് നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓക്കെ. 12ാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞ മൂലകം. ശ്രദ്ധിക്കുക, നമുക്കറിയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ എന്നറിയാലോ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഓക്കെ. ഇനി ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സ്ഥിരതയാർന്ന മൂലകമാണ് സീസിയം എന്ന് പറഞ്ഞാലും അതും ശരിയാണ്. സോ ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരിയായ ഉത്തരം. ഓക്കെ. ഇവിടെ ഉണ്ടായിരുന്ന ഓപ്ഷൻ സാരമില്ല. ഓപ്ഷൻ എ ആണ് ശരി. 13, തന്നിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. വീണ്ടും വന്നിട്ടുണ്ട് 4S1 3D5. തന്നിരിക്കുന്ന മൂലകം ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്, നമ്മൾ പറഞ്ഞതാണ്. തന്നിരിക്കുന്ന മൂലകം ഉൾപ്പെടുന്ന പീരീഡ് 3 ആണ്. ശരിയാണോ? അല്ല, 4 ആണ്. കാരണം 4S1 അത് ഫില്ല് ചെയ്യുന്നുണ്ടല്ലോ. എനർജി കുറവാണെങ്കിലും 4S ആണ് ഏറ്റവും മുകളിൽ വരുന്നത് അല്ലേ? ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് കാണാൻ 4S1 ആണ്. സോ നമ്മുടെ പീരീഡ് 4 ആണ്, 3 അല്ല. ഓക്കെ. നമുക്ക് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. 1 ശരിയാണ്, 2 തെറ്റാ. അപ്പം 2 വരുന്നതെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആൻസറിലെത്തിയ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1 ആണ് ശരി. 3ാമത്തതോ, തന്നിരിക്കുന്ന മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 5 ആണ് എന്നാ പറയുന്നത്. അതും തെറ്റാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 1 ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14 രണ്ടെണ്ണം കൂടിയുള്ളൂ കേട്ടോ. 14 ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയ ഏക മൂലകം ഏത്? ഒന്ന് നോക്കി വെച്ചോ. നിഹോണിയമാണ്. ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയ ഏക മൂലകം നിഹോണിയം. ഓക്കെ, നിഹോണിയത്തിൻ്റെ അറ്റോമിക നമ്പർ പറയുന്നത് 113 നിഹോണിയം. ഓക്കെ, ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ആദ്യ മൂലകമാണ് നിഹോണിയം. ഇത് കണ്ടെത്തിയ രാജ്യം പറയുന്നത് ജപ്പാനാണ് കേട്ടോ. കണ്ടെത്തിയ രാജ്യം ജപ്പാനാണ്. അടുത്ത ചോദ്യം 15, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയാണ് വേണ്ടത്. എസ് ബ്ലോക്ക് ആവർത്തന പട്ടികയിലെ 1, 2 ഗ്രൂപ്പുകൾ എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണ് അല്ലേ? രണ്ടാമത്തത് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ബ്ലോക്കാണ്. അതും ശരിയാണ്. 3, അയോണീകരണ ഊർജം കൂടിയ ബ്ലോക്കാണ്. അത് ശരിയാണോ? അല്ല. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തല്ലേ വരുന്നത്, ഇടത് ഭാഗത്തല്ലേ വരുന്നത് അല്ലേ? അതുകൊണ്ട് അയോണീകരണ ഊർജം കുറവായിരിക്കും. നമുക്ക് വേണ്ടത് ശരിയായതായിരുന്നു. 1ഉം 2ഉം ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ചോദ്യം ഒരു 30 കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് ബയോളജിയൊക്കെ ചെയ്യാനുണ്ട്. ബയോളജി മാക്സിമം വേഗം ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.